ഹായ് ഹലോ. നമ്മൾ ഈ സബ്ജക്റ്റിനെ പറ്റി സംസാരിച്ചെങ്കിൽ വളരെ മോശമാണ്. വേറൊന്നുമല്ല, നമ്മുടെ ആസിഫ് അലി, ആ, ആ, രമേശ് നാരായണൻ എന്നിവരുടെ ആ ഒരു സബ്ജക്റ്റ്. അപ്പം ഇതിനകത്ത് ഇപ്പം നീ എന്താടാ വന്ന് താമസിച്ചൊക്കെ വന്ന് വീഡിയോ ഇടുന്നതെന്നായിരിക്കും അല്ലേ. വളരെ വ്യക്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. ആ, ഈ പറയുന്ന കാര്യത്തെ ആസിഫ് അലി ക്ക് അങ്ങനെ ഒരു അവമാനം ഉണ്ടായി എന്നുള്ളത് പൊതുസമൂഹത്തിന് മനസ്സിലായ ഒരു കാര്യം തന്നെയാണ്. അതേസമയം തന്നെ രമേശ് നാരായണൻ്റെ പേര് സന്തോഷ് നാരായണൻ എന്നൊക്കെ വിളിച്ച് അവമാനിക്കുമ്പോൾ ആ പുള്ളിക്കാരൻ ആക്ച്വലി കൂടെ നിന്ന ഡയറക്ടറെയും കൂടെ വിളിച്ച് ഒരു ഫോട്ടോ എടുക്കണമെന്നുള്ള രീതിയിലാണ് നിന്നത്. അത് ആസിഫ് അലിക്ക് മോശമായിട്ടുള്ള രീതിയിൽ ഇത് ചെയ്തെന്നും നമുക്ക് മനസ്സിലായ കാര്യമാണ്. അതേ കണക്ക് തന്നെ ആസിഫ് അലി ഇതിനെ നേരിട്ട കാര്യം ബിഗ് സല്യൂട്ട്. ഇപ്പോൾ നമുക്ക് എന്താ പറയുന്നത്, ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ എത്രത്തോളം മികച്ചതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മനുഷ്യൻ എന്ന് പറയുന്ന കാര്യം അത് ഇതിന് മുമ്പ് ആസിഫ് അലി തെളിയിച്ചിട്ടുള്ളതാണ്. ആ ഒരു നമ്മുടെ കേരളം മുഴുവൻ വെള്ളം കയറിക്കിടക്കുമ്പോൾ 2018 ഈ മനുഷ്യൻ എന്ന വ്യക്തി ഒരു താരമല്ല, അതെ മനുഷ്യനായിട്ട് തന്നെ വെളിയിലിറങ്ങി മറ്റുള്ളവരെ സഹായിക്കാനും ഒരു കൈത്താങ്ങാട്ടൊക്കെ വരുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആസിഫ് അലിയുടെ മനുഷ്യത്വത്തെ പറ്റി ആർക്കും സംശയമില്ല. പിന്നെ ഈ ഒരു സബ്ജക്റ്റിനെ അദ്ദേഹം എടുത്ത രീതി അത് ഭയങ്കര അതിഗംഭീരമായിരുന്നു കേട്ടോ. നമ്മൾ എന്താ പറയുക, അതൊന്നും എത്ര പറഞ്ഞാലും മതി വരില്ല. അതുപോലെ തന്നെ ഈ സബ്ജക്റ്റിനെ ഇതിപ്പം എന്താണ് നീ ഈ പറയുന്നതെന്ന് ഒക്കെ ചോദിക്കും. പക്ഷേ ഈ സബ്ജക്റ്റ് ഇപ്പോൾ സംസാരിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആസിഫ് അലി തന്നെ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയും കൂടെ പരിഗണിച്ച് തീർച്ചയായും അദ്ദേഹം രമേശ് നാരായണൻ എന്ന് പറയുന്ന ഒരു ബ്രില്യൻറ്റ് മ്യൂസിക് ഡയറക്ടറാണ്. അയാളുടെ പാട്ടുകളൊക്കെ അതിഗംഭീരമാണ്. അദ്ദേഹം ഇതുപോലെ അപമാനിക്കാൻ ശ്രമിച്ചതല്ല. ആസിഫ് അലിയുടെ മാപ്പ് പറഞ്ഞു, പേഴ്സണലി വിളിച്ച് അദ്ദേഹം വിരുമ്പി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഇരിക്കെ തന്നെ ഈ ആസിഫ് അലി അല്ലെങ്കിൽ രമേശ് നാരായണൻ ഈ രണ്ട് പേരുകളിലാണ് ഇപ്പോൾ വിഷയം. ഒരു കൂട്ടം സംഘികൾ ഈ പറയുമാതിരി രമേശ് നാരായണനെ ഇല്ലാതാക്കാൻ വേണ്ടി സുഡാപ്പികൾ ഇറങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് ഇത് നേരെ മറിച്ച് തിരിച്ചും ഇങ്ങനെ കുറേ ഇഷ്യൂസ്. എന്തിനാണ് മനുഷ്യനെ, കേരളത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ, മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനെ, അത് ആസിഫ് അലി പോലെ ഉള്ളൊരു മനുഷ്യനെ വർഗീയവൽക്കരിക്കുന്ന എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. രമേശ് നാരായണനും ഇതിന് ഒട്ടും താല്പര്യമില്ല. ഇദ്ദേഹം ചില കമൻറ്റ് ബോക്സുകളിൽ പോലും പോയിട്ട് പുള്ളി മറുപടി കൊടുത്തു എന്നാണ് അറിയുന്നത്. ഇത് ചെയ്യരുതെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഹൈന്ദവത്വം അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഇസ്ലാമിത്വം ഇതൊക്കെ യൂസ് ചെയ്ത് എന്തെല്ലാം വൃത്തികേടുകളാണ് എഴുതി വെക്കുന്നതെന്നുള്ളത് ഈ മനുഷ്യൻ ആദ്യം മനസ്സിലാക്കുക. ഇവിടെ ഹിന്ദു ഇല്ല, മുസ്ലിം ഇല്ല, ക്രിസ്ത്യാനി ഇല്ല. ഒരു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാം എന്ന് പറയുന്ന മതമില്ല. അതിനു മുമ്പ് ഒരു 1000 വർഷങ്ങൾക്ക് മുമ്പ് ഹിന്ദു എന്ന് വന്ന മതവുമില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഇത് ഹിന്ദു എന്നുള്ള വേർഡ് തന്നെ അങ്ങനെ ഒരു മതമൊന്നും ഉണ്ടായതല്ല. സിന്ധു നദിയുടെ സംസ്കാരത്തിൻ്റെ പൂർണ്ണമായി, അതായത് സിന്ധു നദിയുടെ തീരത്ത് താമസിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെയാണ് ഹിന്ദുക്കളെന്ന് വിളിച്ചത്. അപ്പോൾ അവരുടെ സംസ്കാരം, അവർ ഏത് മതത്തിൽ വിശ്വസിച്ചാലും അവർ ഹിന്ദുക്കൾ തന്നെയാണ്. അല്ലാതെ ഹിന്ദുക്കൾ ഇങ്ങനെ ഒരാൾക്കാരാണെന്ന് ഉള്ള ഇതൊന്നുമില്ല. നബി വന്നതിന് ശേഷം അതായത് മുഹമ്മദ് നബി വന്നതിന് ശേഷമാണ് ഇസ്ലാം മതം പ്രചരിക്കപ്പെടുന്നത്. ക്രിസ്ത്യൻ മതം അതേ കണക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പില്ല. എനിക്ക് തോന്നുന്ന ഐ തിങ്ക് ഇസ്ലാം മതം ഏതെങ്ങാണ്ട് 500 600 AD 500 600 ആ ഒരു കാലഘട്ടത്തിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കാര്യം. പിന്നെ ഈ മതങ്ങളുടെ ചട്ടക്കൂടുകളൊക്കെ ഒരുപാട് പേരെ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, ഹൈന്ദവ മതമാണെങ്കിൽ 2000 വർഷങ്ങൾക്കോ അല്ലെങ്കിൽ അതിനും 1000 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഉണ്ടായ മതമാണ്. അപ്പോൾ അന്നത്തെ പ്രാകൃത നിയമങ്ങളെ ബലികഴിപ്പിക്കാൻ വേണ്ടി എല്ലാ മതവും ഉണ്ടായത് നന്മയ്ക്ക് വേണ്ടിയാണ്, നല്ലതിന് വേണ്ടിയാണ്, മനുഷ്യന് വെളിച്ചം നൽകാൻ വേണ്ടിയാണ്, തെറ്റുകളിൽ നിന്ന് തിരുത്താൻ വേണ്ടി തന്നെയാണ്. അല്ലാന്ന് ആരും പറയില്ല. മതവും വിശ്വാസമൊക്കെ ഒരു വെളിച്ചവും തന്നെയാണ്. പക്ഷേ എല്ലാ മതവും എഴുതി വച്ചിരിക്കുന്ന ആ കാലഘട്ടത്തിൻ്റെ പാപങ്ങളെ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെ എതിർക്കാനും അന്നത്തെ ജനതയെ മുന്നോട്ട് നന്നായി നയിക്കാൻ വേണ്ടി മാത്രമാണ്. ഇതിനെ ഒരു തെറ്റായ രീതിയിൽ ഇപ്പോഴും മതം, വർഗീയവാദം, തേങ്ങ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളോടൊക്കെ പറയട്ടെ,
വെളിയിലിറങ്ങി നിങ്ങൾ ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും തോക്കെടുത്ത് നിൽക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഈ മതക്കാരോട് ഇറങ്ങി ഒരു ചായ കുടിച്ചാൽ തീരുന്ന ഇഷ്യൂസേ നിങ്ങൾക്ക് ഉള്ളൂ. അത്ര പ്രശ്നമുള്ളൂ. അവരോടൊന്നും ഇരുന്ന് സംസാരിക്കുമ്പം ഇവരാരും AK-47 പിടിച്ചുകൊണ്ട് നടക്കുമെന്നല്ല. ആക്ച്വലി അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ അന്നത്തിന് വേണ്ടി കിടന്ന് ഓടുകയാണ്. പിന്നെ വീട്ടിൽ ഒരു പണിയില്ലാതെ ഒരു കുത്തിക്കിടപ്പ് പിടിച്ചിങ്ങനെ ഇരിക്കുന്നവന് വർഗീയവാദം തൂങ്ങുന്നു, സ്വാഭാവികമാണ്. അവന് വേറെ പണിയൊന്നുമില്ലല്ലോ. കുത്തിത്തിരിപ്പുണ്ടാക്കുക, അടി ഉണ്ടാക്കുക, മറ്റുള്ളവൻ്റെ കമൻറ്റ് ബോക്സിൽ പോയി തെറി വിളിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇത് തോന്നും. അപ്പം ഈ പ്രാകൃതമായ ചിന്തകളിൽ നിന്ന് ആദ്യം വ്യതിചലിച്ച് മുന്നോട്ട് വരിക. കാലം പിന്നിട്ട് ഇത് 2024 ഇനിയെങ്കിലും ചിന്തിച്ച് മുന്നോട്ട് പോവുക. എന്തിനാണ് ആസിഫ് അലിയെയും രമേശ് നാരായണയെ പോലെയുള്ള കലാകാരന്മാരെ വർഗീയവൽക്കരിക്കുന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അപ്പോൾ പലരും പറയും സുരേഷ് ഗോപിയുടെ കാര്യം ഇത് തന്നെ. സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യൻ, അദ്ദേഹത്തിന് ജാടയാണ് അത് എന്നൊക്കെ പറയുന്നത്. അദ്ദേഹം ഒരു നല്ല മനുഷ്യൻ തന്നെയാണ്. ഈ ആശയപരമായിട്ട് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എനിക്കിഷ്ടമല്ല, ഓക്കെ. പക്ഷെ അദ്ദേഹം എന്ന് പറയുന്ന മനുഷ്യൻ വളരെ പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ രാഷ്ട്രീയം വേറെ മനുഷ്യൻ വേറെ എന്നുള്ളൊരു ചിന്താഗതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു ചായ കുടിച്ചാൽ തീരുന്ന അതിനപ്പുറം ഒരു വർഗീയവാദവും ഇല്ല എന്നും ഒരുമിച്ചിരുന്ന് സംസാരിച്ചാൽ ഒരുത്തൻ്റെ മനസ്സ് മനസ്സിലാക്കിയാൽ തീരുന്ന മറ്റൊരുത്തൻ്റെ ഫീലിങ്സേ ഉള്ളൂ എന്നും മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ ഓരോരുത്തരും വിജയിക്കുകയാണ്. അപ്പോൾ ആസിഫ് അലി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന് ഞാൻ ഈ ഒരു വീഡിയോയിൽ ബിഗ് സല്യൂട്ട് തന്നെ പറയുകയാണ്. കാര്യം നമ്മളിത് ലേറ്റായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഈ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ സൈബർ ബുള്ളിങ്, അത് ആസിഫ് അലിക്കായാലും രമേശ് നാരായണനായാലും ഇറ്റ്സ് നോട്ട് റൈറ്റ്. ഇത് എൻ്റെ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. മനസ്സിൽ ജയരാജും കൂടെ അവിടെ വരണം എന്നൊരു ചിന്തയുണ്ടായിരുന്നു. അത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.